നമ്മളെല്ലാവരും എൽ ഡി എല്ലിനെ ചീത്ത കൊളസ്ട്രോൾ എന്ന് വിളിക്കുന്ന. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നോർമൽ റേഞ്ചിൽ നിൽക്കുന്ന എൽ ഡി എല്ലും ചീത്തതാണോ? അങ്ങനെ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അല്ലേ? നമുക്ക് അതിനെ കുറിച്ച് നോക്കാം. നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പുണ്ടാക്കുന്നത് കരളാണ്. കൊഴുപ്പിൽ രണ്ട് കാര്യങ്ങളുണ്ട്, ട്രൈഗ്ലിസറൈഡ്സും ഉണ്ട്, കൊളസ്ട്രോളും ഉണ്ട്. ഇത് രണ്ടിനെയും ഒരു പൊതിയിലിട്ടിട്ട് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും കൊണ്ടെത്തിക്കാൻ വേണ്ടി കുറച്ച് ആളുകളെയും കരള് തന്നെ നിർമ്മിക്കുന്നുണ്ട്. ആ ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് VLDL. ഓരോ VLDLന്റെയും കയ്യിൽ ഈ പൊതി കൊടുത്തിട്ട് VLDL കരളിൽ നിന്നും യാത്രയാവുകയാണ്. കൊളസ്ട്രോൾ വേണ്ട കോശങ്ങൾക്ക് കൊളസ്ട്രോൾ കൊടുക്കാൻ, ട്രൈഗ്ലിസറൈഡ്സ് വേണ്ട കോശങ്ങൾക്ക് ട്രൈഗ്ലിസറൈഡ്സ് കൊടുക്കാൻ. അങ്ങനെ ട്രൈഗ്ലിസറൈഡ്സ് എല്ലാം കൊടുത്ത് തീർന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ആ പൊതിയിൽ അവശേഷിക്കുന്നത് കൊളസ്ട്രോൾ മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ VLDLന്റെ പേരും മാറും, രൂപവും മാറും. പിന്നീട് നമ്മൾ VLDL വിളിക്കുന്നത് LDL എന്നാണ്. LDLന്റെ കയ്യിലെ ഈ കൊളസ്ട്രോൾ ആവശ്യമായ കോശങ്ങൾക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ കുറേയേറെ കൊളസ്ട്രോൾ അധികം വരും, കുറച്ച് VLDL അധികപ്പറ്റൊക്കെ വരും, കുറച്ച് വേസ്റ്റ് അവിടെ വരും, സ്വാഭാവികം. ഈ വേസ്റ്റിനെല്ലാം തൂത്തുപറക്കി തിരിച്ച് കരളിലെത്തിക്കാൻ കരൾ തന്നെ കുറച്ച് ആളുകളെ നിർമ്മിച്ചിട്ടുണ്ട്. അവരെ നമ്മൾ HDL എന്ന് വിളിക്കുന്നു. അപ്പോൾ HDL ഇതെല്ലാം തൂത്തുപറക്കി വൃത്തിയാക്കുന്നത് കൊണ്ട് HDL നമ്മൾ നല്ല കൊളസ്ട്രോൾ എന്ന് വിളിക്കുന്നു. സത്യത്തിൽ കൊളസ്ട്രോൾ എന്തിനാണ്? നമുക്ക് ടെസ്റ്റോസ്റ്ററോൺ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ പോലുള്ള ഹോർമോൺ നിർമ്മിക്കാൻ നമുക്ക് കൊളസ്ട്രോൾ വേണം. വൈറ്റമിൻ ഡിയുടെ ആഗിരണത്തിന് നമുക്ക് കൊളസ്ട്രോൾ വേണം. വളരെ അത്യാവശ്യമായ ഈ കൊളസ്ട്രോൾ കൊണ്ടുതരുന്ന LDLനെയാണ് നിങ്ങൾ ചീത്തത് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് LDL കൂടുതലാണ്, പക്ഷേ HDL ആനുപാതികമായിട്ട് വളരെയധികം കൂടുതലാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ടതില്ല.